നമസ്കാരം. ഓ ശ്രീമദ് വാൽമീകി രാമായണം ധ്യാന ശ്ലോകങ്ങൾ. കുജനം രാമ രാമേതി മധുരം മധുരാക്ഷരം ആരുഹ്യ കവിതാശാഖാം വന്ദേ വാൽമീകി കോകിലം. രാമായ രാമഭദ്രായ രാമചന്ദ്രായ വേധസേ രഘുനാഥായ നാഥായ സീതായ പതേ നമഃ. മനോജവം മാരുതതുല്യവേഗം ജിതേന്ദ്രിയം ബുദ്ധിമതാം വരിഷ്ഠം വാതാത്മജം വാനരയൂഥമുഖ്യം ശ്രീരാമദൂതം ശരണം പ്രപദ്യേ. ശ്രീമദ് വാൽമീകി രാമായണം അയോധ്യാകാന്ഡം 64 സർഗത്തിലെ ശ്ലോകങ്ങളാണ് നമ്മൾ ഇപ്പോൾ ചൊല്ലിക്കൊണ്ടിരിക്കുന്നത്, അർത്ഥം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. 24ാമത്തെ ശ്ലോകം വരെ ചൊല്ലി അർത്ഥം പറയാൻ ശ്രമിച്ചിരുന്നു. ഇന്ന് 25ാമത്തെ ശ്ലോകം തുടങ്ങി ചൊല്ലാം. 25 തുടങ്ങി 37 വരെയുള്ള ശ്ലോകങ്ങൾ ചൊല്ലാം. ഇരുപത്തിയഞ്ച് തുടങ്ങിയുള്ള ശ്ലോകങ്ങളാണ് ചൊല്ലുന്നത്. 25ാമത്തെ ശ്ലോകം. അജ്ഞാനാത് ഹൃതം യസ്മാത് ഇദം തേ തേന ജീവസേ അപിഹ്യ കുശലം ന സ്യാത് രാഘവാണാം കുതോ ഭവാൻ. നയനൗ നൃപതം ദേശം ഇതി മാം ചാഭ്യഭാഷത അദ്യതം ദൃഷ്ടുമിച്ഛാവ പുത്രം പശ്ചിമദർശനം. രുധിരേണാവസിക്താംഗം പ്രകീർണാജിനവാസസം ശയാനം ഭുവി നിസ്സപ്നം ധർമ്മരാജവശം ഗതം. അഥാഹമേസ്തം ദേശം നീത്വാ തൗ ഭൃശ്യദുഃഖിതൗ അസ്പർശയമഹം പുത്രം തം മുനിം സഖഭാര്യയാ. തൗ പുത്രമാത്മാന സ്പൃഷ്ട്വാ താമസാദ്യ തപസ്വിനൗ നിപേതതു ശരീരസ്യ പിതാ ചൈനമുവാചഃ. നാഭിവാദയസേ മാദ്യ ന ച മാമാഭിഭാഷസേ കിം ച ശേഷേ തു ഭൂമൗ ത്വം വത്സ കിം കുപിതോ ഹ്യസി. നന്വഹം തേ പ്രിയപുത്ര മാതരം പശ്യധാർമ്മികീം കിം ച നാലിംഗസേ പുത്ര സുകുമാരവചോ വദ. കസ്യ വാ പരരാത്രേഹം ശ്രോഷ്യാമി ഹൃദയംഗമം അധീയാനസ്യ മധുരം ശാസ്ത്രം വാന്യദ്വിശേഷതഃ. കോ മാം സന്ധ്യമുപാസ്യൈവ സ്നാത്വാ ഹുതഹുതാശനഃ ശ്ലാഘയിഷ്യത്യുപാസീന പുത്രശോകഭയാർദിതം. കന്ദമൂലഫലം ഹൃത്വാ യോ മാം പ്രിയമിവാതിഥിം ഭോജയിഷ്യത്തകർമ്മണ്യം അപ്രഗ്രഹമനായകം. ഇമാമന്ധാം ച വൃദ്ധാം ച മാതരം തേ തപസ്വിനിം കഥം പുത്രഭരിഷ്യാമി കൃപണാം പുത്രഗർധിനിം.
തിഷ്ടമാമാഗമപുത്ര യമസ്യ സദനം പ്രതി ശോമയാ സഹ ഗന്ധാസി ജനന്യാ ച സമേധിതഃ ഉഭാവപി ച ശോകാർത്താവനാഥൗ കൃപണൗ വനെ ക്ഷിപ്രമേവ ഗവിഷ്യ ഹസ്തയാ ഹീനൗ യമക്ഷയം. 25 തുടങ്ങി 37 വരെയുള്ള ശ്ലോകങ്ങളാണ് ചൊല്ലിയത്. ഇനി 25ാമത്തെ ശ്ലോകം ചൊല്ലി ഏകദേശമായ അർത്ഥം പറയാം. 64ാം സർഗത്തിലെ അജ്ഞാനാദ്ഘികൃതം യസ്മാദിദം തേ തേന ജീവസേ അപിഹ്യകുശലം ന സ്യാദ് രാഘവാണാം കുതോ ഭവാൻ. 25ാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം. മുനികുമാരൻ്റെ അച്ഛൻ തുടർന്ന് പറയുകയാണ് രാജാവ് ദശരഥനോട്, അങ്ങു ചെയ്ത ഈ കർമ്മം അറിയാതെ ചെയ്തു പോയതാകൊണ്ടാണ് ഇപ്പോൾ അങ്ങ് ജീവിച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ രഘുകുലം തന്നെ മുടിഞ്ഞുപോയേനെ. ഭവാന്റെ കാര്യം പിന്നെ പറയാനുണ്ടോ? അതായത് ദശരഥൻ അത്രമേൽ ധർമ്മനിഷ്ഠനും പാപം ചെയ്യാത്തവനുമായതുകൊണ്ടാണ് അങ്ങേക്ക് രക്ഷപ്പെടാൻ സാധിക്കുന്നത് എന്ന് സൂചിപ്പിക്കുകയാണ്. അത്ര വലിയ മഹാ അപരാധമാണ് ദശരഥൻ ചെയ്തത് എങ്കിലും അദ്ദേഹത്തിൻ്റെ ധർമ്മനിഷ്ഠ കൊണ്ടും മഹത്വം കൊണ്ടും അദ്ദേഹം വലിയ പരിക്കേൽക്കാതെ അദ്ദേഹം മരിക്കാതെ രക്ഷപ്പെടുകയാണ്. അല്ലെങ്കിൽ മരിച്ചുപോയേനെ. ശ്ലോകം 26. നയൗ നൗ നൃപതം ദേശം ഇതി മാം ചാപ്യഭാഷത അദ്യതം ദൃഷ്ടുമിച്ഛാവ പുത്രം പശ്ചിമദർശനം. ശ്ലോകം 26ൻ്റെ അർത്ഥം. ഞങ്ങളെ അങ്ങോട്ട് കൊണ്ടുപോവുക രാജാവേ, ഞങ്ങൾക്ക് അവസാനമായി അവനെ ഒന്ന് കാണണം. ശ്ലോകം 27. രുധിരേണാവസിക്താംഗം പ്രകീർണാജിനവാസസം ശയാനം ഭുവി നിസ്സപ്നം ധർമ്മരാജവശം ഗതം. ദേഹം ചോരയിൽ കുതിർന്ന് മാന്തോലുടുത്തത് അഴിഞ്ഞു പോയിട്ടുണ്ട്. മണ്ണിൽ ചേതനയേറ്റ് കിടക്കുന്ന ആത്മാവ് യമലോകത്തെത്തിയ പുത്രനെ ഞങ്ങൾക്ക് കാണണം. ശ്ലോകം 28. അഥാഹമേസ്തം ദേശം നീത്വാ തൗ ഭൃശദുഃഖിതൗ അസ്പർശയമഹം പുത്രം തം മുനിം സഹഭാര്യയാ. 28ാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം. ഞാൻ ആ ദുഃഖിത ദമ്പതിമാരെ അങ്ങോട്ട് കൊണ്ടുപോയി മുനിയെയും പത്നിയെയും പുത്രദേഹത്തിൽ സ്പർശിപ്പിച്ചു, തൊടുവിപ്പിച്ചു. ശ്ലോകം 29. തൗ പുത്രമാത്മാന സ്പൃഷ്ട്വാ തമാസാദ്യ തപസ്വിനൗ നിവേദതു ശരീരസ്യ പിതാ ചൈനമുവാചഃ. 29ാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥം. തങ്ങളുടെ പുത്രനെ സ്പർശിച്ചിട്ടവർ ആ പുത്ര ശരീരത്തിലേക്ക് വീണു. പുത്രനോട് മുനി പറഞ്ഞു. മരിച്ചു കിടക്കുന്ന പുത്രനോടാണ് പറയുന്നത്. ശ്ലോകം 30. നാഭിവാദയസേ മദ്യ നച മാമാഭിഭാഷസേ കിം ച ശേഷേ തു ഭൂമൗ ത്വം വത്സ കിം കുപിതോഹ്യസി. ഇപ്പോൾ നീ ഞങ്ങളെ അഭിവാദനം ചെയ്യാത്തതും എന്തെങ്കിലും പറയാത്തതും ഭൂമിയിൽ കിടക്കുന്നതും എന്തുകൊണ്ടാണ്? മകനെ, ഞങ്ങളോട് നീ കോപിച്ചിരിക്കുകയാണോ? സാധാരണ കാണുമ്പോൾ ഇതൊക്കെ ചെയ്യുന്നതാണല്ലോ ആ വത്സലനായ പുത്രൻ. ഇപ്പോൾ അങ്ങനെയൊക്കെ ചെയ്യാത്ത എന്താണ്? അതീവ ദുഃഖത്തോടെ പരിദേവനം പറയുകയാണ്. ശ്ലോകം 31. നന്വഹം ദേ പ്രിയപുത്ര മാതരം പശ്യധാർമ്മകിം കിം ച നാലിംഗസേ പുത്ര സുകുമാരവചോ വദഃ. എന്നോട് അപ്രിയമുണ്ടെങ്കിൽ മകനെ, ധർമ്മനിരതയായ അമ്മയെ നീ നോക്കൂ. എന്തുകൊണ്ടാണ് ഞങ്ങളെ
ആശ്ലേഷിക്കാത്തത്, മയമേറിയ വാക്കുകൾ പറയാത്തത്. ശ്ലോകം 32. കസ്യ വാ പരരാത്രേഹം ശ്രോഷ്യാമി ഹൃദയംഗമം അധീയാനസ്യ മധുരം ശാസ്ത്രം വാന്യദ്വിശേഷതഃ. ശ്ലോകം 32ൻ്റെ അർത്ഥം: പുലർച്ചയ്ക്ക് ശാസ്ത്രമോ മറ്റേതെങ്കിലും വിശേഷപ്പെട്ടതോ മധുരമായി പാരായണം ചെയ്യുന്നത് കേൾപ്പിച്ചു തരാൻ ഇനി ആരുണ്ട്? ശ്ലോകം 33. കോമാം സന്ധ്യാമുപസ്യൈവ സ്നാത്വാ ഹുതഹുതാശനഃ ശ്ലാഘയിഷ്യത്തുപാസീന പുത്രശോകഭയാർദിതം. ശ്ലോകം 33ൻ്റെ അർത്ഥം: സന്ധ്യയ്ക്ക് കുളി കഴിഞ്ഞ് സന്ധ്യാവന്ദനവും ഹോമവും കഴിച്ചതിന് ശേഷം അടുത്തു വന്നിരുന്ന് പുത്രശോകത്താൽ അവശനായ എന്നെ തൊട്ടു തലോടി ആശ്വസിപ്പിക്കാൻ ഇനി ആരാണുള്ളത്? ശ്ലോകം 34. കന്ദമൂലഫലം ഹൃത്വാ യോ മാം പ്രിയമിവാതിഥിം ഭോജയിഷ്യത്യകർമ്മണ്യം അപഗ്രഹമനായകം. കിഴങ്ങുകളും കായ്ഫലങ്ങളും കൊണ്ടുവന്നിട്ട് പ്രിയാതിഥി എന്ന പോലെ ഒന്നും ചെയ്യാനാവാത്തവനും ആരുമില്ലാത്തവനുമായ ഞങ്ങളെ ഇനി ആര് ഊട്ടും? ശ്ലോകം 35. ഇമാം അന്ധാം ച വൃദ്ധാം ച മാതരം തേ തപസ്വിനിം കഥം പുത്രഭരിഷ്യാമി കൃപണാം പുത്രഗർധിനിം. ശ്ലോകം 35ൻ്റെ അർത്ഥം: അന്ധയും വൃദ്ധയും പരിദീനയും പുത്രവത്സലയുമായ നിന്റെ അമ്മയെ ഞാൻ എങ്ങനെ കാത്തുപോറ്റും? ശ്ലോകം 36. തിഷ്ടമാമാഗമപുത്ര യമസ്യ സദനം പ്രതി ശോ മയാ സഹ ഗന്ധാസി ജനന്യാ ച സമേധിതഃ. നിൽക്കുമകനെ, യമലോകത്തേക്ക് പോകല്ലേ, നാളെ അമ്മയെയും എന്നെയും കൂട്ടി അങ്ങോട്ട് പോകാം. ശ്ലോകം 37. ഉഭാവപി ച ശോകാർത്താവനാഥൗ കൃപണൗ വനെ ക്ഷിപ്രമേവ ഗവിഷ്യാവസ്ത്വയാ ഹീനൗ യമക്ഷയം. ശ്ലോകം 37ൻ്റെ അർത്ഥം: അനാഥരും ശോകാർത്തരും അവശരുമായ ഞങ്ങൾ രണ്ടുപേരും നീ ഇല്ലാതെയായാൽ വനത്തിൽ കഴിയാനാവാതെ യമലോകത്തേക്ക് തന്നെ നിൻ്റെ കൂടെ വരും. ലോകാ സമസ്താ സുഖിനോ ഭവന്തു.